ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ഡിഫൻഡർ വാങ്ങിച്ചിരുന്നു. അപ്പോൾ ആ വണ്ടിയിൽ ഇന്ന് കുറച്ച് മോഡിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി കൊടുക്കാനാണ് ഞാൻ ഇന്ന് പോണത്. ഞാൻ എന്തായാലും ഇവിടെ ഈ സിറ്റി 1 എന്നല്ല ചെയ്യണം, സിറ്റി 2 പോയിട്ടാണ് അവിടെ നിന്നാണ് വണ്ടിയിൽ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യണത്. എന്തായാലും അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും നമുക്ക് സിറ്റി 2 പോകാം. നമുക്ക് ഇവിടുന്ന് അത്യാവശ്യം ദൂരം വരുന്നുണ്ട്. പിന്നെ ഫോണിന് ഈ ഗെയിം കളിക്കുമ്പോൾ ചെറുതായിട്ട് സ്റ്റെക്കും കാര്യങ്ങളൊക്കെ ജസ്റ്റ് വരുന്നുണ്ട്. അതൊക്കെ ഒന്ന് സെറ്റാക്കി വരുന്നുള്ളൂ. ഞാൻ ചെറുതായിട്ട് സ്റ്റെക്കും കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പോൾ അത്യാവശ്യം കുറച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് നേരെ സിറ്റി 2 പോവാം. നമുക്കെന്തായാലും വണ്ടി ഇപ്പോൾ സ്പീഡും കാര്യങ്ങളൊന്നും ഇല്ലാണ്ടാണ് പോകണം. എന്തായാലും വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ വണ്ടി സീനാക്കിയിട്ട് തന്നെ ആയിരിക്കും കൊണ്ടുവരാം. അത്യാവശ്യം നല്ല സ്പീഡും പിന്നെ പെയിൻറ്റ് വർക്കായിട്ട് ഞാൻ അത്ര ഒന്നും ചെയ്യൂല. ഒന്നും ചെയ്യാൻ എനിക്കൊരു പ്ലാനില്ല. എന്തായാലും അവിടെ പോയിട്ട് ഓരോന്ന് പ്ലാൻ ചെയ്ത് അവരുടെ അടുത്ത് പറയാം. എന്തായാലും അവിടെ ചെന്നിട്ട് കാണിക്കാം. കാരണം വണ്ടി മറിഞ്ഞു വീണാൽ. ഓക്കെ, എന്തായാലും നമ്മൾ സിറ്റി 2 എത്തിയിട്ടുണ്ട്. സിറ്റി 2 ഇതാ ഹോസ്പിറ്റലിന് സ്റ്റാർബക്സിൻ്റെ ഇടയിലാണ് എൻ്റെ ഒരു ഓർമ്മ. എന്തായാലും നമുക്ക് നോക്കാം. ഇവിടെ എവിടെയാണെന്ന് ഞാൻ അന്ന് വന്നപ്പോൾ ഉണ്ടായിരുന്നത് തോന്നുന്നു. എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. നോക്കാം. ഇതല്ലേ? അയ്യോ, വണ്ടി നിൽക്കണില്ല. കഴിഞ്ഞു നമുക്ക് ഞാൻ വണ്ടി തിരിക്കാം. പെട്ടെന്ന് മാറിപ്പോയിട്ടോ. എന്തായാലും അവിടേക്ക് എത്തിക്കാം. ഓക്കെ, എന്തായാലും നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റാണ് എടുക്കേണ്ടത്. എന്തായാലും ഇപ്പോൾ ഇങ്ങോട്ട് ലെഫ്റ്റ് എടുക്കാം. ഓക്കെ, ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ വണ്ടി കൊടുക്കണം. ഇവിടെ വണ്ടി കൊടുത്തിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ അവരുടെ അടുത്ത് പറയണം. പിന്നെ സ്റ്റെക്കായി. ഓക്കെ, നമുക്കെന്തായാലും കുറേ കറങ്ങി തിരിയണം കേട്ടോ അവിടെ എത്തുമ്പോൾ. അതാണ് സീൻ. അതിലിടയ്ക്ക് സ്റ്റെക്കും വരും. നമുക്കെന്തായാലും ഇവിടുന്ന് നേരെ റിവേഴ്സ് എടുത്ത് പാർക്ക് ചെയ്യാം. ഓക്കെ, അയ്യോ, ടയർ സർവീസൊക്കെ ഒന്നും കയറണ്ട. ഇപ്പോൾ പുതിയ ടയർ തന്നെയാണ് വെച്ചേക്കണം. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് റിവേഴ്സ് എടുത്തിടാം. ഇതൊന്ന് മുമ്പിൽ പോകുന്നു. ഓക്കെ, നമുക്ക് എന്തായാലും റിവേഴ്സ് ഇട്ടിട്ട് അവരുടെ അടുത്ത് കാര്യം പോയി പറയാം. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് വണ്ടി കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ കയറ്റണത് തന്നെ. അല്ലെങ്കിൽ നമുക്കിവിടെ പുറത്തൊക്കെ തീർത്തിട്ടുണ്ടോന്നേനെ. എന്തായാലും അത്ര തിരക്കൊക്കെ കുറവായതുകൊണ്ട് തന്നെ ഞാൻ അങ്ങോട്ട് അകത്ത് കയറ്റിയിട്ടാണ്. എന്നാലും നമുക്ക് ഇവിടെ പാർക്ക് ചെയ്ത് പിന്നെ ഇറങ്ങി അങ്ങോട്ട് ചെല്ലാം. ഓക്കെ, വണ്ടി വിടാം. നമുക്ക് ഇനി എന്തായാലും അവരുടെ അടുത്ത് കാര്യം പോയി പറയാം. ഓക്കെ, എന്തായാലും അവരുടെ അടുത്ത് കാര്യം പറയാനായിട്ട് വരാം. ഓക്കെ, എന്തായാലും ഞാൻ കാര്യങ്ങളൊക്കെ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ ഫുൾ സെറ്റാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇറങ്ങിയപ്പോഴാണ് ഞാൻ ഒരു കാര്യം ആലോചിച്ചത്. ഞാൻ അങ്ങനെ തിരിച്ചു വീട്ടിൽ പോവാം വണ്ടി കാര്യങ്ങളൊന്നുമില്ല. എന്തായാലും ഞാൻ ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ടുണ്ട്. അവൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവനെ ഇവിടെ എവിടെയോ എടുത്തുണ്ട്. അരമണിക്കൂറിനുള്ളിൽ വരാമെന്നാണ് പറഞ്ഞത്. നമുക്ക് നോക്കിക്കാം. ഞങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ നമുക്ക് വല്ല ടാക്സി വിളിച്ച് അങ്ങനെ കൊണ്ടുവരും. നമുക്കെന്തായാലും ആ സൈഡിൽ പോയിട്ട് റോഡിൻ്റെ സൈഡിൽ. അപ്പോൾ എനിക്ക് വേഗം വരുമ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കിയോളൂ. അവനക്ക് ഈ സ്ഥലത്ത് അറിയില്ല എന്നാണ് തോന്നുന്നത്. അവനിങ്ങോട്ട് വരൽ കുറവാണ്. നമുക്കെന്തായാലും അവിടെ പോയിക്കാം. വേഗട്ടെ, കുറേ നേരം നിർത്താം. അവൻ ഇറങ്ങിയെന്നാണ് പറഞ്ഞത്. എന്തായാലും നോക്കാം. ഓക്കെ, അവൻ വന്നിട്ടുണ്ട്. എന്തായാലും അവൻ വേണം. ഇതൊന്നും നിറച്ച് മഞ്ഞും കാര്യങ്ങളൊക്കെ. അവൻ വീട്ടിൽ നിന്ന് തന്നെയെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ, നമുക്കിനി എന്തായാലും വണ്ടി കയറാം.
ഓക്കെ, നമുക്ക് എന്തായാലും വണ്ടി കയറി വെക്കാം. നല്ലൊരു വണ്ടി കേട്ടോ, എനിക്ക് നല്ല ഇഷ്ടമാണ് ഈ വണ്ടി. എൻ്റെ ഉണ്ടായിരുന്നു ഞാനത്, പക്ഷേ വേറൊരാളിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചപ്പോൾ ഞാൻ കൊടുത്ത്. ഫുൾ സ്പീഡും കാര്യങ്ങളൊക്കെ ഉള്ളതായിരുന്നു. അല്ല, നീ എന്താടാ വൈകുന്നത് ഇപ്പോൾ? ഇവിടെ ഞാനേ വന്ന വഴിക്കൊരു കിടിലൻ ഗ്രൗണ്ട് കണ്ട്. അപ്പം ഞാൻ വിചാരിച്ചൊന്ന് ഡ്രിഫ്റ്റ് അടിച്ചിട്ട് വരാമെന്ന്. അതാണ് ഈ മഞ്ഞും കാര്യങ്ങളൊക്കെ. നീ കുറേ നേരമായി വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്? പിന്നല്ല, ഞാൻ എത്ര നേരമായി ഇപ്പോൾ വെയിറ്റ് ചെയ്യണം ഇവിടെ. എന്തായാലും കുഴപ്പമില്ല, വാ പോവാം. ഓക്കെ, പക്ഷെ എന്നാലും നമുക്ക് വീട്ടിൽ എത്തിയിട്ട് വേണം. ഓക്കെ, നമുക്ക് എന്തായാലും വീട്ടിൽ വെച്ചിട്ട് കാണാം. നമുക്ക് എന്തായാലും അവനെ എന്നെ വീട്ടിലാക്കിയിട്ട് വിടുതങ്ങോട്ടേക്ക് ഏറ്റുകൊണ്ടാണ്. എന്തായാലും അവൻ വീട്ടിലാക്കിയിട്ട് അവനക്കെന്തോ തിരക്കില്ലെന്ന് പറഞ്ഞിട്ട് പോകണേ കേട്ടോ.